മൈ യൂട്യൂബ് ചാനൽ ലെക്സ് വേൾഡ്. ഞാനിപ്പോൾ യു എയിലാണുള്ളത് കേട്ടത് കുറച്ച് നാളായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ യു എയിൽ വന്നിട്ട് നമ്മുടെ യു എയിലുള്ള ബട്ടർഫ്ലൈ ഗാർഡൻ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ എൻട്രി ഫീ വന്നിട്ട് 50 ദർഹമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഉള്ളിൽ കയറി. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഈ പാരറ്റ്, നമ്മുടെ ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അവിടെ കുറേ കിളികളുണ്ട് കേട്ടോ, തത്തയും പിന്നെ വേറെ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു കുറേ കിളികളുണ്ട്. പക്ഷെ എനിക്കെല്ലാം ഒന്നും മനസ്സിലായില്ല. പിന്നെ അത് എന്താ പറയുക, എവിടെ നോക്കിയാലും ബട്ടർഫ്ലൈസാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇതിൻ്റെ ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഓരോ കിളികൾ ഏതൊക്കെ ബേർഡ്സാണെന്നുള്ളതിൻ്റെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഫ്ലവറാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. ഒന്നും പറയുന്നുണ്ട്. എന്നൊരു ചെടി, ഒരു പൂ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈ വന്നിരിക്കുക. ഈ കാണുന്ന സാധനം നമ്മുടെ നാട്ടിലുള്ള കൊങ്ങിണി ചെടിയുടെ വേറൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലേസൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷസ് ഉണ്ട് അവിടെ. ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാണെന്നറിയാം. എനിക്ക് ഭയങ്കര കൗതുകം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ, അതുകൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ ഫ്രെയിമിൽ വരാൻ കുറച്ച് ടയർഡായിരിക്കും. പിന്നെ ഞാൻ പോയപ്പോഴത്തേക്കും ബട്ടർഫ്ലൈൻ്റെ ഒരു കുട്ടി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തരാമോ എന്ന് ചോദിച്ചാൽ അവളങ്ങനെ എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് ഞാൻ കുറേ ഷോ ഓഫ് കാണിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ ഇങ്ങനെ കൊഞ്ചിച്ച് കിട്ടും. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോസൊക്കെ എനിക്ക് അവിടെ നല്ല ഒരു സ്റ്റാഫ് എടുത്തുതന്ന വീഡിയോ ആണ് കേട്ടോ. അവിടെ നിൽക്കുന്നൊരു സ്റ്റാഫ് എനിക്ക് എടുത്തു തന്നത്. അതുകൊണ്ടായിട്ട് ഇങ്ങനെയായി പോയത്. പിന്നെ ഞാൻ അതൊക്കെ കണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ തത്തകളിരിക്കുന്ന പാരറ്റ്. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇത് ഒറിജിനൽ ആണെന്ന്. പക്ഷേ ഒറിജിനൽ അല്ല ഗൈസ്, നിങ്ങളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ അതൊക്കെ കണ്ട് ഞാൻ പുറത്തായിട്ട് ഇറങ്ങിയപ്പോൾ കുറേ ബട്ടർഫ്ലൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന്. ഇതിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ബട്ടർഫ്ലൈ ആണ്. പക്ഷേ ഒറിജിനൽ ബട്ടർഫ്ലൈ അല്ല ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഞാൻ വെളിയിൽ ഇറങ്ങി കണ്ടപ്പോഴത്തേക്കും ഇതിനെ കണ്ടപ്പോൾ ഞാൻ അവിടെ സ്റ്റക്കായി കേട്ടോ. ഇതിനെ നമ്മുടെ നാട്ടിൽ നാഗശലഭം എന്ന് പറയും. ഇവിടെ അതിനെ അറ്റാക്കസ് അറ്റ്ലസ് എന്നാണ് കേട്ടോ പറയുക. ഞാൻ പെട്ടെന്ന് അതിൻ്റെ കുറേ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര ശാന്തസുന്ദരമായ ഒരു ഗാർഡൻ. എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കൊന്നു അവിടെയൊക്കെ ഇങ്ങനെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കണ കാണാൻ പറ്റും. കണ്ട ബട്ടർഫ്ലൈസ് അവിടെ നിറച്ച് ബട്ടർഫ്ലൈസ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കും. അതാ പോന്ന് കണ്ട ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. ഭയങ്കര കാം ആൻഡ് കൂളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ലൈറ്റായിട്ടൊരു മ്യൂസിക്കൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവനെ കണ്ട അവൻ്റെ കയ്യിലൊരു ചിത്രശലഭം ഇരിപ്പുണ്ട്. അവന് കുറേ എണ്ണത്തിന് പിടിച്ചിട്ട് അവൻ്റെ തോളത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി അവരാരെങ്കിലും ചീത്ത പറഞ്ഞില്ലെന്ന് കരുതിയിട്ട് ഞാൻ അവൻ്റെ വീഡിയോ അധികം എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയി ഉള്ളിൽ ചെന്ന് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു മരം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഒരു ട്രീ വെച്ചിട്ടുണ്ട്. ആ ട്രീയിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെ പടല് പോലൊരു സാധനം കിടക്കില്ല. അതിൻ്റെ പേര് എനിക്ക് എന്താണെന്നോ കിട്ടണില്ല. അതിങ്ങനെ തപ്പോട്ട് കിടക്കാം. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കാരും വീഡിയോ എടുത്ത് തരാന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ അവിടെ ചാരി വെച്ചിട്ട് ഞാൻ കുറേ ഷോ ഓഫ് ഒക്കെ കാണിച്ചു. പിന്നെ കുറേ നേരം അവിടെ എല്ലാം ആസ്വദിച്ച് ഞാൻ കുറേ നേരം ഇരുന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്തു. അവിടെ ഭയങ്കര ഒരു സൈലൻസാണ്, ഭയങ്കര ഒരു മൈൽഡായിട്ടുള്ളൊരു മ്യൂസിക്. ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ പോയിട്ട് ചിത്രശലഭത്തിൻ്റെ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊരു ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങി കേട്ടോ. വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഒറിജിനൽ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. ഒറിജിനൽ ബട്ടർഫ്ലൈസിനെ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് ഫുള്ള്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. എന്താ പറയുക, ഭയങ്കര എനിക്ക് അത്ഭുതം തോന്നി. പിന്നെ ഏതൊക്കെ ബട്ടർഫ്ലൈസ് അവിടെ ഉണ്ട് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നമുക്ക് നോക്കാനേ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പെൻസീവാണ്. ഞാൻ പിന്നെ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ബാഗിൻ്റെ കാര്യം ചോദിച്ചിരുന്നു കേട്ടോ. ആ ഒരു ബാഗിന് അവർ പറഞ്ഞത് 55 ദർഹമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അതിനവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ കണ്ടൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വെളിയിലിറങ്ങി കേട്ടോ. വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഇതൊക്കെ പെർഫ്യൂമാണ്. പെർഫ്യൂമിൻ്റെ അത്തറില്ല, ഒറിജിനൽ അത്തറിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. ഷോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാർട്ടൂൺസൊക്കെ പിള്ളേർക്കൊക്കെ പറ്റിയൊരു ചെറിയ ഏരിയ ഉണ്ട്. പിന്നെ ഡ്രസ്സസ്സാണ്, നമുക്ക് പറ്റുന്ന ഡ്രസ്സൊന്നുമല്ല, അറബി ഡ്രസ്സസ്സാണ്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കണ്ട് കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. വെളിയിൽ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഒടുക്കത്തെ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊള്ളി ഇങ്ങനെ നമ്മളൊരു അൽഫാം പോലെയോ ഒത്തു പോണത്തെ ചൂടാണ്. അപ്പം ഞാൻ പുറത്തൊക്കെ ഇത്രയൊക്കെയുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കണ്ട് സന്തോഷമായിട്ട് ഞാൻ തിരിച്ചെൻ്റെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.